ഇന്ന് പോകുന്നത് തൃശ്ശൂരിൽ പൂങ്കുന്നത്തിനടുത്തുള്ള വെലങ്ങൻ കുന്നിലേക്കാണ്. നമ്മൾ വെലങ്ങൻ കുന്നിലേക്ക് കയറുകയാണ്. അശോക വനം എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. ഇവിടെ ട്രെക്കിങ്ങിനുള്ള സൗകര്യങ്ങളുണ്ട്. അവിടുന്ന് മടങ്ങി വരുന്ന ടൂറിസ്റ്റുകളുടെ കാറുകളാണിത്. വെലങ്ങൻ കുന്ന്, വെരി ക്ലോസ് ടു പൂങ്കുന്നം ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ്. ഒരു എക്കോ ടൂറിസം സെൻറ്റർ കൂടിയാണ്. ആ വനത്തിലേക്ക്, അശോക വനത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. മേളിൽ നിന്നുള്ള വ്യൂ അല്പസമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. റോഡ് അത്ര നല്ലതല്ല എങ്കിലും അപ്പാച്ചിയിൽ TVS അപ്പാച്ചി RTRൽ നമ്മൾ മുന്നേറുകയാണ്. ശ്രീ K. കരുണാകരൻ ഉദ്ഘാടനം ചെയ്ത വെലങ്ങൻ ഹിൽസ് അമ്യൂസ്മെൻറ്റ് പാർക്ക്, അവിടെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയ ഓപ്പൺ എയർ തിയേറ്റർ ഉണ്ട്, അത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പണ്ടിത് സിനിമയ്ക്കും നാടകത്തിനൊക്കെ ടിക്കറ്റ് കൊടുത്ത് പ്രദർശിപ്പിക്കുമായിരുന്നു ഇവിടെ. ഇപ്പം ഇത് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതാണ് ഓപ്പൺ എയർ തിയേറ്റർ അറ്റ് വെലങ്ങൻ കുന്ന്. ഇവിടുത്തെ പരിപാടികൾ 3 സീസണായിട്ട് തിരിച്ചിരിക്കുകയാണ്. 2008, 2009, 2010. കർക്കടക വാവ്, കർക്കടകം എന്ന് പറയുന്നത് കേരള മാസമാണ്. കർക്കടക വാവായിട്ട് 3 സീസൺ, 2008, 2009, 2010 തിരിച്ചിട്ട് 2008 സീസൺ 1 ആ 101 മഹാമനസ്സുകൾ ഈ അശോകവനം സമർപ്പിച്ചു. അന്ന് ആ വർഷത്തെ സ്ലോഗൻ ആഗോള താപനം മരമാണ് മറുപടി എന്നുള്ളതായിരുന്നു. സീസൺ 2 2009 കർക്കടകവാവ്. അന്ന് 101 മഹാമനസ്സുകൾ അശോകം നട്ടു. അന്നത്തെ സ്ലോഗൻ ഭൂമിക്കൊരു മരം, ഓർമ്മയ്ക്കൊരു മരം. സീസൺ 3 2010 കർക്കടകവാവ്. 101 മഹാമനസ്സുകളുടെ പ്രാർത്ഥന ഉയർന്നു. അന്നത്തെ സ്ലോഗൻ ഭൂമിക്കൊരു ജീവൻ, കുന്നിനൊരു കുട. ഇതാണ് കൽപ്പീരങ്കി. പൂർണ്ണമായും കല്ലും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു മോഡലാണിത് പീരങ്കി. ഇവിടെ നമ്മൾ തിരി കത്തിക്കും. ഇതിങ്ങനെ ഉരുട്ടി നമുക്ക് കൊണ്ടുപോകാം. ഇതിനകത്ത് ക്യാനൻ ബോൾ ഇടും. വലിയ അയൺ ബോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോകുന്ന കിലോമീറ്റർ അപ്പുറത്ത് മൈൽസ് അവേ ചെയ്യുന്നു. ഹലോ, നല്ല രസമുണ്ടാ. ഹലോ. ഇതാണ് കൃഷിക്കാരൻ ചേട്ടൻ. ഈ തൂമ്പയും കൊണ്ട് പോവുകയാണ്. ഇത് കൃഷിക്കാരി ചേച്ചി കറ്റ ചുമന്നുകൊണ്ട് പോകുന്നു. 2 കുട്ടികളാണ്, ഒരു പെൺകുട്ടി, ഒരു ആൺകുട്ടൻ. ഇങ്ങോട്ട് കടന്നു വരാമോ? കടന്നു വരുമ്പോൾ എക്സ്ക്യൂസ് മീ ക്യാമറാസ്, ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ഇവിടെ ഒരു പട്ടിക്കുട്ടിയുണ്ട്. അത് നമ്മൾ മിസ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. നല്ല നാടൻ പട്ടിയാണ്, കൃഷിക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു പട്ടിക്കുട്ടി. ഇവരുടെ ഒപ്പം ഞാനും അങ്ങ് പോവുകയാണ്. ചേച്ചിയുടെ കാലായി പോയി, സോറി. 1.5 ചേച്ചിയാണ്. കാട്ട്. ആകാശത്തേക്ക് നോക്കി ഞാൻ പറയുന്നു, എല്ലാ ദേവകന്യകളെയും നിർത്തി സാക്ഷി നിർത്തി ഞാനിതാ എൻ്റെ ശബ്ദം ഇവിടെ നടപ്പാക്കുന്നു. ആരെ? നമ്മുടെ ഫോട്ടോഗ്രാഫർ നോയൽ ജോയിനെ വിളിച്ച് സമ്മാനം നൽകൂ. ആരെ? ഹായ്, എൻ്റെ പേര് ദിനു എന്നാണ്.
പിന്നെ എൻ്റെ അടുത്ത പുതിയ ചിത്രം ഞാനിവിടെയാണ് ഷൂട്ടിംഗ് നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു സീൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഇതിന് വേണ്ടി, എൻ്റെ ട്രിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് മിക്കവാറും മമ്മൂട്ടി ആയിരിക്കും നായകൻ. അതിനൊരു പ്രധാനപ്പെട്ട സീനിൽ ഒരു സ്പീച്ച്, ഒരു പ്രസംഗം ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലം. ഡെഫിനറ്റ്ലി ഞാൻ എന്തായാലും കൊടുക്കും. സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി.